ആഘോഷിക്കുകയുണ്ടായി. ഇന്നത്തെ വിശുദ്ധ ആരാധനയിലെ ഓരോ ഭാഗങ്ങളും നിർവഹിച്ചത് യുവജന സംഘത്തിലെ ഓരോ അംഗങ്ങളുമാണ്. അതിലൊരു ഭാഗമാകുവാൻ ദൈവം എന്നെയും ആക്കി വച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. യുവജനവാരം, ക്രിസ്തുമസ് ആഘോഷം, ഈസ്റ്റർ ദിന ആഘോഷം, വാർഡ് കൺവെൻഷൻ തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളും സഭാജനങ്ങളെയും യുവതിയുവാക്കളെയും ഒത്തൊരുമയുടെ വേദിയിലേക്ക് കൊണ്ടുവരുന്നതായി ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ചലനാത്മകമാണ് യുവത്വം. ശരിയായ കാഴ്ചപ്പാടും ദിശാബോധവും ലഭിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദക്ഷിണ കേരള മഹായിടവക യുവജന സംഘടനയുടെ കരങ്ങളെ ക്രിസ്തു കരങ്ങളിലേക്കാക്കുവാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ചിന്താവിഷയം ഞാൻ ക്രിസ്തുവിന്റെ കരം, അല്ലെങ്കിൽ ഐ ആം ദ ഹാൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിന്റെ കരം. ശരിയായ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ശരിയായ പഠനവും ക്രിസ്തു കേന്ദ്രീകൃതമാക്കുക എന്നത് യുവജനങ്ങളിൽ ഏറ്റവും മുഖ്യ കാരണമാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച നാം 3 പ്രഭാഷണം കേൾക്കുകയുണ്ടായി. ഉദ്ഘാടന പ്രഭാഷണത്തിൽ നാം കേട്ടത് ആധുനിക യുഗത്തിലെ യുവാക്കൾക്ക് വേണ്ടുന്ന ഏറ്റവും കരുത്തുറ്റ പ്രഭാഷണം തന്നെയാണ്. നമ്മുടെ ഭാഗ്യമെന്നോണം വാർഡ് കൺവെൻഷനിലും അച്ഛന്റെ പ്രസംഗത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഈ കാലങ്ങളിൽ യുവതി യുവാക്കൾ അകപ്പെടുന്ന ട്രാപ്പുകളെ പറ്റി, അതിൽ നിന്ന് എങ്ങനെ മാറ്റി നിൽക്കാം അല്ലെങ്കിൽ മാറി നിൽക്കാമെന്നും നമ്മെ ആ പ്രഭാഷണം പഠിപ്പിച്ചു. വ്യാഴാഴ്ചത്തെ ആരാധനയിലും നമ്മൾ കേട്ടത് എങ്ങനെയൊക്കെ, ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ രീതിയിൽ ഓരോ കരങ്ങളായി, ക്രിസ്തുവിന്റെ കരങ്ങളായി മറ്റുള്ളവരിൽ മാറാൻ കഴിയും എന്നതിനെ പറ്റിയാണ് നാം കേട്ടത്. ആ തലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ, എങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൃശ്യതമ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ സ്വയം മറന്ന് ലഹരിക്കും അക്രമത്തിനും അടിമയായി പോകുന്ന യുവതലമുറയെ തിരികെ കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ പാഠ്യവിഷയം. ക്രൈസ്തവർക്ക് വെല്ലുവിളിയായി താൻ ചെയ്യുന്നതൊക്കെയാണ് ശരി എന്ന് സ്വയം ഉറപ്പിച്ചുകൊണ്ട് തന്റെ അറിവുകളിലും കഴിവുകളിലും അധികാരങ്ങളിലും ഉറച്ചു നിന്ന ശൗര്യനെ പോലെ നാം ഓരോ യുവജനങ്ങളും തെറ്റിലേക്കാണ് നടന്നു നീങ്ങുന്നത്. എന്നാൽ ശൗൽ തന്റെ പരിമിതമായ കഴിവുകളും ബലഹീനതകളും തിരിച്ചറിഞ്ഞ് പൗലോസായി മാറിയതുപോലെ നാം രൂപാന്തരപ്പെടേണ്ടത് ഇന്നിന്റെ ആവശ്യകത തന്നെയാണ്. എന്താണ് ക്രിസ്തുവിന്റെ കരം? എവിടെയാണ് ക്രിസ്തുവിന്റെ കരം? എങ്ങനെയാണ് നാം ക്രിസ്തുവിന്റെ കരങ്ങളായി മാറേണ്ടത്? ഒന്നുകൂടി ആവർത്തിക്കാം. എന്താണ് ക്രിസ്തുവിന്റെ കരം? എവിടെയാണ് ക്രിസ്തുവിന്റെ കരം? എങ്ങനെയാണ് നാം ക്രിസ്തുവിന്റെ കരങ്ങളായി പ്രവർത്തിക്കേണ്ടത്? ഈ സംശയങ്ങൾക്ക് ഉത്തരം എന്നോണം വിശുദ്ധ ബൈബിളിലെ ക്രിസ്തുവിന്റെ കരങ്ങളായി മാറിയ, ക്രിസ്തുവിന്റെ കരങ്ങളായി പ്രവർത്തിച്ച ഏതാനും ചില വ്യക്തികളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കയ്യിൽ യുവജന സംഘടനയുടെ പുസ്തകം ലഭിച്ചപ്പോൾ അതിൽ 15 വ്യക്തികളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ കരമായി മാറിയ 15 വ്യക്തി ജീവിതങ്ങൾ. എന്നാൽ അതിൽ കൂടുതലും എനിക്ക് കാണുവാൻ കഴിയുന്നത് പുരുഷ കഥാപാത്രങ്ങളെയാണ്. സ്ത്രീകൾ ഉണ്ടായിരുന്നു, എങ്കിലും പകുതിയിൽ കൂടുതലും പുരുഷ കഥാപാത്രങ്ങളാണ് ആ ടെക്സ്റ്റിൽ എനിക്ക് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ത്രീ കഥാപാത്രങ്ങളാണ്. സ്ത്രീയാണോ പുരുഷനാണോ എന്നതിലല്ല, ഞാൻ പറയാൻ പോകുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ പോകുന്ന ക്രിസ്തുവിന്റെ കരം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അത് മനസ്സിലാക്കി തരികയാണ് എന്റെയും കർത്തവ്യം. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പിതാവേ, ദൈവമേ, ഇനി വിശുദ്ധ ആരാധനയിൽ അങ്ങയുടെ മുൻപാകെ നിൽക്കുവാൻ എന്നെ ഒരുക്കിയ വലിയ കൃപയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതാണ്. ഇവിടെ ആയിരിക്കുന്ന അങ്ങയുടെ ഓരോ ജനങ്ങളെ അങ്ങ് താങ്ങി വഴി നടത്തണമേ. ദൈവമേ, ഞാൻ പറയാൻ പോകുന്ന വചനം അവർക്ക് ഏറ്റവും ദൃഢമാക്കുവാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും അങ്ങ് തന്നെ തരണമേ. യേശുക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവത്തിന്റെ കരങ്ങളാലാണ് സർവ്വവും ഉളവാകുന്നത്. മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് മാത്രമാണ് ഉള്ളതെങ്കിൽ ജീവിതത്തിൽ ഒന്നും തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല. എപ്പോഴാണോ നമ്മുടെ സംസാരവും പ്രവൃത്തിയും ഒരുപോലെ ആകുന്നത്, അപ്പോഴാണ് നാം
മനുഷ്യൻ എന്ന് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കരങ്ങളുടെ പ്രവൃത്തിയിൽ ഏറ്റവും മനോഹരമായ ഉദാഹരണം ദൈവത്തിന്റെ സ്വന്തം കരങ്ങളാൽ മെനയപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും രൂപം തന്നെയാണ്. സർവസൃഷ്ടിയിലും ദൈവം സമയവും എടുത്ത് എന്നാൽ ഏറെക്കുറെ പണിപ്പെട്ട് ഉണ്ടാക്കിയ ഒരു രൂപം തന്നെയാണ് മനുഷ്യരൂപം. കാനായിലെ കല്യാണത്തിൽ വീഞ്ഞു പോരാതെ വന്നപ്പോൾ യേശു തന്റെ കൈകളെ ഉയർത്തി വാഴ്ത്തി അവിടെ ഒരു നിറഞ്ഞു കവിഞ്ഞ അനുഭവം ഉളവാക്കുന്നു. അന്ധനും കുരുടനും സകല ദീനക്കാർക്കും സൗഖ്യമാകുവാനും മരിച്ചവരെ എഴുന്നേൽപ്പിക്കാനും ദൈവം തന്റെ കരങ്ങളാണ് ഉപയോഗിച്ചതെന്ന് ബൈബിൾ ഉടനീളം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ദൈവഭയത്താൽ പ്രവർത്തിച്ച് ക്രിസ്തുവിന്റെ കരങ്ങളായി മാറിയ ക്ഷിപ്ര, പൂവ എന്ന സ്ത്രീകളെയാണ്. ആരാണ് ക്ഷിപ്ര, പൂവ? ക്ഷിപ്ര, പൂവ എന്നത് രണ്ട് എബ്രായ സ്ത്രീകളാണ്. ഇവർ സൂതികർമ്മിണികളായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ അച്ഛന്റെ പ്രഭാഷണത്തിൽ നിന്ന് നമ്മൾ സൂതികർമ്മിണി എന്ന വാക്ക് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സൂതികർമ്മിണി എന്നാൽ പണ്ട് കാലത്ത് പ്രസവ ശുശ്രൂഷ നടത്തി വന്ന ആൾക്കാരെയാണ് സൂതികർമ്മിണികൾ എന്നറിയപ്പെട്ടിരുന്നത്. പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിലെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ക്ഷിപ്ര, പൂവ എന്ന സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നു. ഇസ്രായേൽ ജനം മിസ്രയീം ജനത്തേക്കാൾ സന്താന സമ്പന്നരാണ്. ഇസ്രായേൽ ജനം മിസ്രയീം ജനത്തേക്കാൾ സന്താന സമ്പന്നരാണ്. മിസ്രയീമിലെ രാജാവായിരുന്നു ഫറവോൻ. ഇസ്രായേലിന്റെ ഈ വളർച്ച ഇഷ്ടപ്പെടാത്ത ഫറവോൻ അവർക്കെതിരെ പല തന്ത്രങ്ങളും മെനയുവാൻ തുടങ്ങി. എന്നാൽ ഈ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ട ഫറവോൻ ക്ഷിപ്ര, പൂവ എന്ന സ്ത്രീകളെ തന്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇസ്രായേൽ ജനം വർദ്ധിക്കാതിരിക്കാൻ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണം എന്ന് കൽപ്പിച്ചു. എന്നാൽ ഈ സ്ത്രീകൾ ദൈവഭയം ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ഭയപ്പെട്ട് മനുഷ്യനിൽ ഭയപ്പെടാതെ നയതന്ത്രപരമായ ഒരു തീരുമാനമെടുക്കുവാൻ ഇസ്രായേൽ ജനതയെ നിലനിർത്തുവാൻ അവർക്ക് സാധിച്ചു. തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ ക്ഷിപ്ര, പൂവ എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ തരണം ചെയ്തതെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഇന്നത്തെ കാലത്ത് സ്വന്തം മാതാപിതാക്കൾ പോലും തന്റെ കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊല്ലുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. എങ്കിലും തന്റെ കുഞ്ഞുങ്ങളല്ലായിരുന്നിട്ട് പോലും, തന്റെ സ്വജനമല്ലായിരുന്നിട്ട് പോലും ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ ക്ഷിപ്ര, പൂവ കാണിച്ച ഓരോ തന്ത്രങ്ങളും നിങ്ങളും ഇന്ന് കാണിക്കുന്നുണ്ടോ? ഈ ഒരു സംഭവത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവഭയം ആ സ്ത്രീകളെ ആ പ്രതിസന്ധിയിൽ നിന്നും തരണം ചെയ്യുവാൻ സഹായിച്ചു. ദൈവഭയം, അതാണ് നാം നോട്ട് ചെയ്യേണ്ടത്. ദൈവഭയം. രണ്ടാമതായി അതിൽ നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ അവർ കർമ്മനിരതരായിരുന്നു. ചെയ്യുന്ന ജോലിയിൽ കർമ്മനിരതരാകുക. നാം ഇന്ന് ഓരോ ദിവസവും ഓരോ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. നാം ചെയ്യുന്നതും, അതായത് നാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്ന് തന്നെയാണോ എന്ന് നാം തന്നെ നമ്മൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രവൃത്തി ചെയ്യുന്നത് ചിന്തിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടാണോ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നാം തന്നെ നമ്മൾ വിലയിരുത്തണം. സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് എത്തുന്നതിനെയാണ് ഹീറോയിസം എന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നു. സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് എത്തുക. ഹീറോ ആയിരുന്നുകൊണ്ട് ഹീറോ ആകുന്നതിൽ ഒരർത്ഥവും ഞാൻ കാണുന്നില്ല.
എന്നാൽ രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു. നവോമി ഒരു വിധവയായ സ്ത്രീയായിരുന്നു. നവോമിയുടെ ഇളയ മരുമകളുടെ പേരാണ് രൂത്ത്. മൂത്ത മരുമകൾ ഓർപ്പ എന്നാണ്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഓർപ്പയ്ക്കും രൂത്തിനും തന്നെ ഭർത്താക്കളെ നഷ്ടപ്പെട്ടു. അവർ യൗവനത്തിൽ തന്നെ വിധവകളായി മാറി. എങ്കിലും അവർ വൃദ്ധയായ അമ്മായി അമ്മയുടെ കൂടെ തന്നെയാണ് അവരുടെ ജീവിതം കഴിച്ചു പോകുന്നത്. നവോമി തന്റെ സ്വന്തം ദേശമായ ബേത്ലഹേമിൽ സമൃദ്ധി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോകുവാൻ തീരുമാനിക്കുമ്പോൾ തന്റെ മരുമക്കളായ രൂത്തിനെയും ഓർപ്പയെയും തന്റെ അടുക്കിലേക്ക് വിളിച്ചിട്ട് അവരോട് ഇങ്ങനെ ഉപദേശിക്കുന്നു: നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് പോകുക, സ്വജനത്തിൽ നിന്ന് ഒരു പുനർവിവാഹവും കഴിക്കുക. ഇത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ ഓർപ്പ അമ്മയെ വിട്ട് സ്വന്തം ദേശത്തേക്ക് നടന്നു നീങ്ങുന്നു. എന്നാൽ രൂത്തിന്റെ മറുപടി ദൃഢനിശ്ചയത്തോടു കൂടിയ ഒരു മറുപടി കൂടെയായിരുന്നു: നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാനും മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ഇന്ന് എത്ര പേർക്കാണ് സ്വന്തം അമ്മായിയമ്മയോട് ഇങ്ങനെ പറയുവാൻ സാധിക്കുന്നത്? നമ്മുടെ നന്മയുടെ മാഹാത്മ്യം അവളുടെ പ്രതിഫലത്തിന്റെ വലിപ്പം മുഖേന അളക്കാൻ സാധിക്കും. ഇത് വിശുദ്ധ ജെറോം എന്ന സഭാപിതാവ് രൂത്തിനെ പറ്റി പറഞ്ഞതാണ്. ഒരു വ്യക്തിയുടെ നന്മ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ കൂടെ തന്നെയായിരിക്കും. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് വിവാഹം കഴിഞ്ഞ് മറ്റു വീടുകളിലേക്ക് ചെന്ന് കയറുന്ന യുവതികളോടാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മൊത്തത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ആയി പോവുകയാണ്. എങ്കിലും അവിടെയാണ് ഇനി നിങ്ങളുടെ ശിഷ്ടകാലം ജീവിച്ചു തീർക്കേണ്ടത്. കൂടെ ഇരിക്കുന്നവർ സ്വന്തം മാതാപിതാക്കളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സ്വന്തം മാതാവായി തന്നെ അല്ലെങ്കിൽ പിതാവായി തന്നെ അറിഞ്ഞ് സ്നേഹിക്കുവാനും പരിപാലിക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. സ്വന്തം വീട്ടിലെ അനുഭവങ്ങളായിരിക്കില്ല മറ്റു വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണേണ്ടി വരുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല. പക്ഷേ നമ്മൾ അതിൽ ഉറച്ചു നിന്ന് എന്നാൽ അപ്പോൾ പ്രതികരിക്കാതെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ കരുതലിന്റെ കരങ്ങളാൽ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂട്ടാതെ വീട്ടിൽ വൃദ്ധകളുടെ എണ്ണം കൂട്ടുവാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. രൂത്ത് എന്ന കഥാപാത്രത്തിൽ നിന്ന് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് കരുതലിന്റെ കരമായി മാറുക. വയോജനങ്ങളെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും കരത്തോടെ താങ്ങുവാനും നിലനിർത്തുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. കുടുംബ ബന്ധങ്ങളുടെ ശ്രേഷ്ഠത അങ്ങനെയാണ് നമുക്ക് പുലർത്തുവാൻ സാധിക്കുക. ഒരു കഥ പറയാം. ഒരു ഗുരു തന്റെ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്രയാവുകയാണ്. ഗുരു വരുന്നത് കണ്ടിട്ട് ആ ഗ്രാമത്തിലെ ഗ്രാമവാസികളെല്ലാം അദ്ദേഹത്തിന് ചുറ്റും വന്നുകൂടി. അതിലൊരു മനുഷ്യൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു: എപ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി തീരുന്നത്? അദ്ദേഹം നിസ്സാരമായി ചിരിച്ചുകൊണ്ട് തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് 4 പ്രതിമകൾ എടുത്ത് മണ്ണിലേക്ക് വെച്ചു. അതിലൊരു പ്രതിമ കല്ലുകൊണ്ടുണ്ടാക്കിയതും, മറ്റൊന്ന് ചെളി കൊണ്ടുണ്ടാക്കിയതും, മറ്റൊന്ന് പഞ്ഞി കൊണ്ടുണ്ടാക്കിയതും, 4-ാമത്തേത് കൽക്കണ്ട കൊണ്ടുണ്ടാക്കിയതുമായിരുന്നു. അദ്ദേഹം തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് 4 ചിന്ന ഗ്ലാസുകൾ കൂടി എടുത്തു വെച്ചു. 4 ഗ്ലാസ്സിലും അദ്ദേഹം വെള്ളം നിറച്ചു. ഓരോ പ്രതിമയായി ഗ്ലാസ്സിലേക്ക് ഇട്ടു. ഇതെന്താണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് ഗ്രാമവാസികൾ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം അതിൽ നിന്ന് കല്ലിട്ട് വെച്ചിരുന്ന ഗ്ലാസ് പുറത്തേക്കെടുത്തു. വെള്ളത്തിൽ കല്ലിട്ടാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല, കല്ല് അതേപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്തു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ചില മനുഷ്യർ ഇങ്ങനെയാണ്. തനിക്ക് ചുറ്റും എന്ത് സംഭവിക്കുന്നു, തനിക്ക് ചുറ്റുമുള്ളവർ എന്തൊക്കെ
നഷ്ടമാവുകയുമില്ല. അദ്ദേഹം മൂന്നാമത്തെ ഗ്ലാസ് കയ്യിലേക്ക് എടുത്തു. ആ ഗ്ലാസ്സിൽ ഉണ്ടായിരുന്ന പ്രതിമ പഞ്ഞി കൊണ്ട് ഉണ്ടാക്കിയ പ്രതിമയായിരുന്നു. പഞ്ഞിയുടെ സ്വഭാവം നമുക്കറിയാം. വെള്ളമെല്ലാം അപ്പോഴേക്കും ആ പഞ്ഞി വലിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചില മനുഷ്യർ തനിക്ക് ചുറ്റുമുള്ള നന്മകളും ദോഷങ്ങളുമാവട്ടെ സ്വയമായി വലിച്ചെടുക്കുന്നു. മറ്റുള്ളവർക്കുള്ളതെല്ലാം അവർ തന്നെ കൈക്കലാക്കുന്നു. തന്റെ കയ്യിലിരിക്കുന്നതൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കുകയുമില്ല. അദ്ദേഹം അവസാനമായി ഒരു ഗ്ലാസ് എടുത്തു. അതിൽ കൽക്കണ്ടമായിരുന്നു. കൽക്കണ്ടം ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മാത്രം മാറ്റമുണ്ടായില്ല, എന്നാൽ കെമിക്കൽ പ്രോപ്പർട്ടീസിന് മാറ്റമുണ്ടായിരുന്നു. അതായത് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നു. വെള്ളം കാണുന്നത് പോലെ തന്നെയായിരുന്നു കൽക്കണ്ടം അലിഞ്ഞു ചേർന്നപ്പോഴും ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഏതാനും വെറും ചുരുക്കം ആളുകൾ മാത്രം ഇങ്ങനെയാണ്. തന്റെ നന്മകളും സമ്പത്തും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഉരുകി തീർക്കുന്ന മനുഷ്യർ, അവർക്ക് ഒരു മധുരമായി മാറുന്ന മനുഷ്യർ. ഇങ്ങനെയാണ് നാം എല്ലാവരും. ഒരു റോസാപ്പൂ വിരിയുന്നത് പോലെ സൗരഭ്യം പകർത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ കൽക്കണ്ടം മാത്രമായിരുന്നാൽ മതി, ഉറുമ്പുകൾ നമ്മെ തേടി വരും. നമ്മൾ കൽക്കണ്ടം മാത്രമായിരുന്നാൽ മതി, ഉറുമ്പുകൾ നമ്മെ തേടി വരും. ഈ വാക്യങ്ങൾ ദൈവം നമ്മെ സമൃദ്ധിയായി മാറട്ടെ. ആമേൻ.